നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദയുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു വിക്രത്തിന്. ശ്രീനിവാസന്റെ പെങ്ങളുടെ മകനാണ് ശ്രീകുമാർ എന്നുള്ള സത്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ശരിക്കും പറഞ്ഞാല് തന്റെ പെങ്ങളുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രസ്വാമിയെ ഇത്രയും കാലം ശ്രീനിവാസം പൊതിഞ്ഞു പിടിച്ച് അതിനെയെങ്കിലും മനസ്സിലാക്കിയ കൊള്ളാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു വേദ തിരിയാൻ തുടങ്ങുമ്പോൾ വിക്രം വിളിച്ചു. വിക്രം പറഞ്ഞു, അല്ല വേദ, എനിക്ക് വാക്ക് തന്നില്ല. എന്തിന്? ഞാൻ സത്യങ്ങളൊക്കെ വിനായൻ ചേട്ടനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവിടെ പറയില്ലെന്നാ. അതെ, വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് പാലിക്കണ്ടേ? എനിക്കത് ചിലപ്പോൾ പാലിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാക്ക് തരത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് പോയി. വിക്രത്തിന് ഭയങ്കര ടെൻഷനായി. പിന്നീട് വിക്രം ശ്രീനിവാസനെ കാണാനായിട്ട് വരുവാണ്. അതെങ്ങനെ കാണാൻ വന്നു കഴിഞ്ഞിട്ട് ശ്രീനിവാസനോട് ശ്രീകുമാറിനെ കുറിച്ച് ചോദിക്കണം. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാറിൻ്റെ പെങ്ങളുടെ മകനാണോ ഈ ശ്രീകുമാർ എന്ന്? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ പറഞ്ഞു, അതെ, നീ അറിഞ്ഞ കാര്യം സത്യം തന്നെയാന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേനും വിക്രത്തിനൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ എപ്പോഴും സുധിയോട് പറയായിരുന്നു, നീ എപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരുന്നത്? എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നീ ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമെന്ന്. ഒരു പക്ഷേങ്കിൽ വേറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ശ്രീകുമാർ എൻ്റെ പെങ്ങളുടെ മകനായിട്ട് ഞാൻ അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നേ. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല വിക്രം. ഈ സമയത്ത് ശ്രീനിവാസൻ ഒരു കള്ള കഥ തന്നെ ഉണ്ടാക്കുവാണ്. ശ്രീനിവാസൻ പറഞ്ഞു, അവൻ എൻ്റെ പെങ്ങളുടെ മകൻ തന്നെയാ. അവന് എൻ്റെ പാത പിന്തുടരാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എൻ്റെ പെങ്ങൾക്ക് പോലും അതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ അറിയാലോ എൻ്റെ സ്വഭാവം, ഈ മയക്കുമരുന്നും അങ്ങനെ കുറേ ബിസിനസ്സുകളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ അതിനകത്തേക്ക് കുത്തി വീണ സമയമായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടു പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കും രാഷ്ട്രീയത്തിലേക്കും തിരിഞ്ഞ് ആ നശിച്ച പണിയിൽ നിന്ന് ഞാൻ മോചനം നേടി. പക്ഷേ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അറിഞ്ഞ് എൻ്റെ പെങ്ങളുടെ മകന് കണ്ണു നട്ടിരുന്ന എൻ്റെ ആ പഴയ കാര്യങ്ങളായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടുവന്ന ആ മയക്കുമരുന്ന്. അതൊക്കെയാണ് അനുകരിക്കാൻ അവൻ ശ്രമിച്ചതെന്നുള്ള കാര്യം. പക്ഷെ ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിക്രം. ഒരു കാരണവശാലും നീ എൻ്റെ മുന്നിലേക്ക് വന്ന് പെടുന്ന സമയത്ത് എനിക്കറിയത്തുണ്ടായിരുന്നില്ല ശ്രീകുമാറും നീയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. നിന്നെ ശ്രീകുമാർ ഇരയാക്കുമെന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കള്ളത്തരമാണ് പറഞ്ഞ്. പാവം വിക്രം അതെല്ലാം വിശ്വസിച്ചു. ആ സമയത്ത് പിന്നീട് വിക്രം ചോദിച്ചു, അല്ല സാറിന് അറിയായിരുന്നോ ഈ പറയുന്ന ശ്രീകുമാർ എൻ്റെ അച്ഛൻ്റെ ഭായിലേക്ക് മയക്കുമരുന്ന് വെക്കാനായിട്ട് വിനായൻ ചേട്ടൻ്റെ കൈ കൊണ്ട് കൊടുത്ത കാര്യം സാറിന് അറിയായിരുന്നോ? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൂടെ എനിക്ക് കിട്ടണമെന്ന് പറയണം. അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയത്തുണ്ടായിരുന്നില്ല. ശ്രീകുമാർ മയക്കുമരുന്ന് കൊണ്ട് തന്നെ നിന്റെ അച്ഛൻ്റെ ഭാഗിന് ഭാഗത്ത് വെക്കാനുള്ള കാര്യം എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള കോളേജിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് വളരെ നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന പോലും. അതുവരെ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ലെന്ന് പറയണം. ഇപ്പോൾ വേദ ശ്രമിക്കുന്നത് ശ്രീകുമാറിനെ വെച്ച് നമ്മളെ രണ്ടുപേരെ അകറ്റാനായിട്ട് വേദ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അതൊന്നും വിശ്വസിക്കരുത്. കാരണം ഈ പറയുന്ന ശ്രീകുമാറുമായിട്ട് ഞാനിപ്പോഴും ബന്ധവും പുലർത്തുന്നില്ല. അവൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോഴേക്കും വിക്രം സാറ് പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. സാറിനി മാറ്റി പറയില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്നാൽ ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഈ സമയത്ത് ശ്രീനിവാസൻ കടുത്ത ആലോചനയിലാണ്. ശ്രീനിവാസന്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളും വന്നു. വേദ ചില്ലറക്കാരി അല്ലെന്ന് ശ്രീനിവാസന് മനസ്സിലായി. ഈ സമയം വേദ ഒരു ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഇറങ്ങുവാണ്. കുറെ പെയിന്റ് ഒക്കെ വാങ്ങിക്കൊണ്ട്. ശ്രീജ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീജ അടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ശ്രീജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെയിന്റിന് ബക്കറ്റ് കൊടുത്തു. ഇതെന്താ വേദ, കുറച്ച് പെയിന്റാ, ഇതെന്തിനാ? അപ്പോഴേക്കും വിശ്വം കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അതെ, ഈ മുറിയൊക്കെ ഇങ്ങനെ ഇട്ടാൽ മതി ചായപ്പ്, നമുക്കിതൊക്കെ ഒന്ന് അടിച്ചൊന്ന് പെയിന്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പെയിന്റ് ചെയ്യാനോ? അല്ല, പണിക്കാരെ വല്ല അറിയാമെങ്കിൽ വിശ്വണ്ണൊന്ന് വിളിക്കാമെന്ന് ചോദിക്കുക. അല്ല വേദയ്ക്കപ്പം 2 ദിവസത്തിന് ജോലിയില്ലേ? എനിക്ക് ജോലിയുണ്ട്, പക്ഷെ ഞാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഇതിന് പണിക്കാരുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ എന്ന് വിശ്വം പറയുകയും ചെയ്തു. ഇത് കേട്ടോണ്ട് നന്ദിനി അങ്ങോട്ട് വന്നു. നന്ദിനി വന്നിട്ട് ഇതെന്താ ഇങ്ങനെ? എന്ത്? അല്ല ഇതെന്താ പെയിന്റ് ചെയ്യാൻ പോകണോ? അതെ. പെയിന്റ് ചെയ്യാനോ? അതിന് അച്ഛൻ സമ്മതിക്കുവോ? അതൊക്കെ ഞങ്ങൾ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. നന്ദിനിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഒട്ടും അങ്ങോട്ട് സൂചിച്ചില്ല. നന്ദിനി പറഞ്ഞേ, അച്ഛൻ വരാതെ ഇത്ര തൊട്ടാണ്ടല്ലോ. അച്ഛൻ്റെ സ്വഭാവം ശരിക്കും അറിയാലോ. അച്ഛൻ പറഞ്ഞ എന്താ, ഇതിങ്ങനെ തന്നെ ഇവിടെ കിടക്കണം എന്നല്ലേ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വേദയോ ശ്രീ അവരാരും കാര്യമോ എടുത്തില്ല. ഈ സമയത്ത് തൊടിയിൽ മാഷും കമലയും കൂടെ വാഴയുടെ പണിയിലായിരുന്നു. ആ സമയത്ത് മാഷ് കമലയോട് പറഞ്ഞു, അതെ കമലേ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ ഞാൻ ഇസ്മയിലെ കണ്ടായിരുന്നു. ഇസ്മയിൽ പറഞ്ഞു, അതെ, ഈ തവണത്തെ മാവൊക്കെ ലേലത്തിൽ പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അയാൾക്ക് കുറേ ലാഭം കിട്ടിയെന്ന്.
ഇത് കേട്ടതും കമൽ പറഞ്ഞു, അത് വേണോ മാഷേ, കാരണം വലിയ മഴയും പെയ്ത് മാമ്പൂ മൊത്തം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നഷ്ടക്കച്ചവടമായി പോയില്ലേ. അത് ശരിയാ, ഞാൻ ഇസ്മയിലിനോട് അതാ പറഞ്ഞേ, ഞാൻ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇസ്മയിൽ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിലും മാഷിന്റെ കാര്യത്തിൽ പിടിക്കാതിരിക്കുന്ന നല്ലത്, ലേലത്തിൽ പിടിക്കാതിരിക്കുന്ന നല്ലത്. കാരണം മക്കളെ പോലെ തന്നെ ആയിരിക്കും ചിലപ്പം മാമ്പൂവും ചതിച്ചെന്ന് വരുമെന്ന്. ഈ വയസ്സനകാലത്ത് ആൾക്കാർക്കൊക്കെ നമ്മളെ കളിയാക്കാൻ ഒരു കാരണം. ഇത് കേട്ടെന്ന് കമലയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോഴേക്കാണ് നന്ദിനി ഒരു ഫ്ലാസ്കിനകത്ത് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നേ. ആ സമയം കമല പറഞ്ഞു, പതിവില്ലാത്ത വരവാണല്ലോ വരുന്നേ. നിന്റെ മരുമോളല്ലേ, മിക്കവാറും ഒന്നേ ഏഷണി കുത്താനായിട്ട് അല്ലെങ്കിൽ എന്തേലും കാര്യം പറയാനായിട്ടായിരിക്കും വരുന്നേ. ഇത് രണ്ടിനേതിൽ ഒന്നിനല്ലാതെ അവളിങ്ങോട്ടേക്ക് വരുമോ? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല ചോദിച്ചു, ഇതെന്താ പതിവില്ലാത്തൊരു കാപ്പിയൊക്കെ ആയിട്ട്? അയ്യോ, ഞാൻ കാപ്പി തരാൻ വേണ്ടി വന്നതാ. അത് മനസ്സിലായി, അതിങ്ങ് തന്നേക്ക്. അല്ല, നീ വരാറില്ലല്ലോ, ഒരു കാരണമില്ലാതെ. അപ്പോഴേക്കും നദിനി പറഞ്ഞാൽ അതേ, ഒരു കാരണമുണ്ട്. എന്ത്? അവിടെ ചായപ്പ് വൃത്തിയാക്കാൻ തുടങ്ങുമോ, പെയിന്റ് അടിക്കാൻ തുടങ്ങുന്നു. പെയിന്റ് അടിക്കാനോ? അതെ, പെയിന്റ് അടിക്കാനായിട്ട്. ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ വിനായകേട്ടനെ കൊണ്ട് ചെയ്യിച്ചേനെ. വിനായകേട്ടൻ കഴിഞ്ഞ ആഴ്ചയും കൂടെ പറഞ്ഞുള്ളൂ, അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ ആ ചായപ്പ് പെയിന്റ് അടിക്കാന്ന്. ആര് പെയിന്റ് അടിക്കാനായിട്ട്? അതെ, വേദയും വിശ്വേട്ടനും ശ്രീചേട്ടത്തി എല്ലാവരും കൂടെ കൂടിയിട്ടാ പെയിന്റ് അടിക്കാൻ തുടങ്ങുന്നത്. അവള് പെയിന്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, നീ ആ കാപ്പി അങ്ങ് തന്നിട്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ നന്ദിനിയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. കമല പറഞ്ഞു, അതെ, ഈ തവണ എന്താണെങ്കിലും മാഷ് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. അവരെന്തേലും ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ മാഷെ, വെറുതെ എന്തിനാ? എനിക്ക് തോന്നാറുണ്ട് അതങ്ങനെ ഇട്ട സമയത്ത് വെറുതെ എന്തിനാ? നാട്ടുകാർ വരുമ്പം നാണക്കേടാണല്ലോ ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേനും. വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ മാഷിനോട് പറയുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാൻ ഫോണിൽ കൂടെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടോ വിളിച്ച് വലിയ വീമ്പുവർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കാണ് ഒരു കാറ് വന്നിരിക്കുന്നത്. കാറിനകത്തുനിന്ന് ശ്രീകാന്ത് ഇറങ്ങി. ശ്രീകാന്തിനെ കണ്ടുകഴിഞ്ഞപ്പോൾ പുള്ളിക്കനൊന്ന് ഞെട്ടിപ്പോയി. എൻ്റെ ഭഗവാനെ, ഇങ്ങേരുത് എന്ത് കാണിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അത് ശ്രീനിവാസ് സാറിനെ കാണാനാണോ അതോ തന്നെ കാണാനാണോ? പെട്ടെന്ന് കൂടി എന്നിട്ട്, എന്താ ശ്രീകാന്ത് സാറേ, എന്നെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നേ. എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ? തന്നെ കാണാനൊന്നും അല്ലടോ, നിങ്ങളുടെ നേതാവില്ലേ ശ്രീനിവാസൻ, അങ്ങനെ കാണാൻ വേണ്ടി വന്നാ. ശ്രീനിവാസ സാറിനെ കാണാനോ? ഇതെന്ത് പറ്റി? എൻ്റെ ദൈവം, പണിയാവോ? ഒന്നുമില്ല, ഞാൻ വന്നിട്ടുണ്ടെന്ന് പോയി പറ തൻ്റെ നേതാവിനോട്. അങ്ങനെ പുള്ളിക്കൻ ചെന്നിട്ട് ശ്രീനിവാസനോട് പറഞ്ഞു, അതെ, ആ ശ്രീകാന്ത് വന്നിട്ടുണ്ട്. ശ്രീകാന്തോ? മനസ്സിലായില്ലേ, വിക്രത്തിൻ്റെ അളിയൻ. ഓ, ശ്രീകാന്ത്, എന്ത് പറ്റി? എന്തോ അവന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. എന്താ സാറേ ചെയ്യണ്ടേ? ഇങ്ങോട്ട് കയറ്റി വരണോ? എന്നെ കാണാൻ വന്നല്ലേ, വരാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് ശ്രീകാന്ത് വന്നു. ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ ചോദിച്ചു, എന്താ ശ്രീകാന്തെ പതിവില്ലാതെ ഈ വഴിയൊക്കെ? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റുമോ ശ്രീനിവാസ് സാറേ? അല്ല, നിങ്ങളുടെ പാർട്ടിക്കാര് എൻ്റെ കമ്പനിയിൽ വന്ന് കുറേ സമരങ്ങളൊക്കെ നടത്തി. പക്ഷേങ്കിൽ വേദ അത് വന്ന് തീർപ്പാക്കി. ഈ സമയം ശ്രീനിവാസൻ പറഞ്ഞു, അതിന് അല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിക്കാർ നടത്തിയ സമരമാണെങ്കിലും വേദ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സമരം ഒത്തുതീർപ്പായത്. അല്ലെങ്കിൽ ആ സമരം കുറച്ചുകൂടെ മുന്നോട്ട് പോയേനെ. ഇത് കേട്ടതും ശ്രീനിവാസൻ പറഞ്ഞു, അത് പറയാൻ വേണ്ടിയിട്ടാണോ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, അത് മാത്രമല്ല, ഇപ്പൊ വേദ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞു. ആ തേരാട് ശ്രീധരന്റെ കേസൊക്കെ ഏറ്റെടുത്ത് നടത്താനായിട്ട് അവൾ പോവുകയാണ് പോലും. അങ്ങനെ ശ്രീനിവാസ് സാറിന് ഒരു നോട്ടീസ് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് കേട്ടതും ശ്രീനിവാസൻ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ സാറേ, ഞാൻ നോക്കിയിട്ടൊരു നല്ല കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ വിക്രത്തിനെ ഒഴിവാക്കി വിടുവാണെങ്കിൽ നല്ലതായിരിക്കും. വിക്രത്തെ പിടിമുറുക്കി കഴിഞ്ഞവള് വേദ അറിയാലോ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശ്രീനി സാറിന് നല്ല പണി തന്നെ കിട്ടും. അതിനു മുമ്പ് അവനെ ഒഴിവാക്കി വിടുന്നല്ല നല്ലത്. അവനെ ഒഴിവാക്കി വിടുവാണെങ്കിൽ ആ വാസവൻ നോക്കി നിൽക്കുക. ഒരു പക്ഷെങ്കിൽ ശ്രീനി സാറിന്റെ മേൽനോട്ടം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവനെ വാസവൻ തീർത്തോളും. അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിക്കോളും. ശ്രീനി സാർ ഒന്ന് മാറി നിന്നാൽ മാത്രം മതി. പിന്നെ കേസിൽ നിന്ന് ശ്രീനി സാറിനെ രക്ഷപ്പെടുകയും ചെയ്യാം. എങ്ങനെ? അല്ല, വാസവൻ അവനെ പിടികൂടുന്ന സമയത്ത്, വിക്രത്തെ പിടികൂടുന്ന സമയത്ത് ഉറപ്പായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത് കാര്യം? അങ്ങനെ പിടികൂടുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോഴേക്കും പുളിക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. പുളിക്കനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും പുളിക്കൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ വലിയ രഹസ്യം പറയുന്ന രണ്ടുപേരും കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുളിക്കൻ പുറത്തോണ്ട് പുറത്തേക്ക് പോയി. ആ സമയത്ത് ശ്രീകാന്ത് ആ കാര്യം പറയണേ. ശ്രീകാന്ത് പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഈ വിക്രത്തിനെ പിടികൂടുന്ന സമയത്ത് വേദയ്ക്ക് വേറെ നിവൃത്തിയില്ലാതെ വരും. വേദ മിക്കവാറും നിങ്ങളുടെ പേരിലുള്ള കേസൊക്കെ, തേരാട് ശ്രീധരനുമായിട്ടുള്ള കേസ് വക്കാലത്ത് അങ്ങോട്ട് പിൻവലിക്കത്തുള്ളൂ. അവൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. അപ്പോഴേക്ക് ശ്രീനിവാസ് ചോദിച്ചു, അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? കാരണം ഈ തേരാട് ശ്രീധരന് വേറെ ആരെയും കേസ് ഏൽപ്പിക്കും. ഒടുവിൽ ഞാൻ കണ്ണിലെ കരടാവും. അതിൻ്റെ ആവശ്യമുണ്ടോ ശ്രീകാന്തേ? ഈ കേസ് എൻ്റെ നേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം.
നിന്റെ പെങ്ങളെ വെള്ളം കുടിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം കോടതിയിൽ, അത് ഞാൻ ചെയ്തോളാം. തൽക്കാലത്തേക്ക് ശ്രീകാന്ത് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ പുളിക്കാൻ മാത്രമേ ഉള്ളൂ. ഭാര്യ ക്ഷേത്രത്തിൽ പോയിക്കുക, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ തരായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ പിന്നാലെ നിന്നു. പുളിക്കൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല ശ്രീകാന്തേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഈ പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതൊക്കെ കൃത്യമായിട്ട് അവിടെ അറിയുന്നുണ്ട് ശ്രീകാന്ത്. അതെങ്ങനെയാണെന്നുള്ള വിവരം ആരാ വിവരം ചോർത്തി തരുന്നതെന്ന് പറയാൻ പറ്റുമോ? അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, സാറിനോട് ഞാൻ പറഞ്ഞ കാര്യത്തിന് ആദ്യം തീരുമാനം ഉണ്ടാക്കുക, അതിനുശേഷം അത് പറയണോ വേണ്ടയോ നമുക്ക് ആലോചിക്കാം. ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. പുളിക്കനാണെങ്കിൽ സർവ്വദൈവങ്ങളെയും വിളിച്ചു. ദൈവമേ, ഇപ്പോഴെങ്ങാനും തന്നെ ഒറ്റിക്കൊടുത്താൽ തന്നെ ഒറ്റ ഷൂട്ടിന് തീർത്ത് കളയുള്ളൂ. ശ്രീനി സാറ് ദൈവമേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് പുളിക്കനൊരു സമാധാനമായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദയും ശ്രീജയും വിശ്വമൊക്കെ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേക്കാണ് മാഷ് വരുന്നത്. മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഇതൊന്ന് പെയിൻറ് ചെയ്യാമെന്ന് കരുതിയിട്ടാ. അത് ഞാനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയാം. മറ്റുള്ളവരെ ചീത്ത പറയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി. നന്ദിനി ഒരു മാസികയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അച്ഛൻ ഇപ്പം ചീത്ത പറയുമെന്ന് ഓർത്തിരുന്നു. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴങ്ങനെ ആയോ എന്ന് നന്ദിനി ചിന്തിച്ചു. മാഷ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പണി തുടർന്നോ? എൻ്റെ മക്കൾക്ക് ഇത് നേരത്തെ ആവായിരുന്നു. അല്ല നന്ദിനി, അപ്പം അച്ഛനല്ലേ പറഞ്ഞു ഇത്ത തൊടലെന്ന്? തൊടലെന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴത്തെ ഒരു വാശിക്ക് വേണ്ടി പറഞ്ഞ. ഞാൻ കരുതി എൻ്റെ മക്കൾ ആരെങ്കിലും മുൻകൈയിട്ട് ഇത് ചെയ്യുമെന്നുള്ള കാര്യം. ഇപ്പം നിനക്കെങ്കിലും തോന്നിയില്ല വേദ, ഒരു നല്ല കാര്യം തന്നെയാ. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ, ഈ മുറി ഇത് ശ്രീജേടത്തേക്ക് വേണ്ടിയിട്ട് ആക്കാന്ന് കരുതിയിരിക്കുക. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം ചായപ്പും അപ്പുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പുറത്ത്, അവിടെയൊക്കെ ഉണ്ട് സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ വെച്ച പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താമല്ലോ. ഇഷ്ടം പോലെ സ്ഥലവും ഈ വീട്ടിലുണ്ട്. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മുറിയെല്ലാം ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്തതിന് ശേഷം അപ്പുറം ആ കോവണിപ്പടിയുടെ ഇടയിൽ കുറേ കട്ടിലും കാര്യങ്ങളും ഫർണിച്ചറൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ കൊണ്ടുവന്ന് മുറിയിലേക്ക് ഇട്ടോളാൻ പറയണം. വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ നന്ദിനിയുടെ മുഖം ഇരുണ്ടു. ഇടിവെട്ടേറ്റ പോലെ നന്ദിനി നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.